ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് പെർസെൻറ്റേജിൻ്റെ ബാലൻസ് ആണ് നോക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ വരെയുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് നോട്ടാക്കി എഴുതി പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പെർസെൻറ്റേജ് തന്നെ ഇപ്പോൾ കുറച്ച് ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പോൾ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ക്ലാസ് കണ്ട് പഠിക്കുമ്പോൾ ബേസിക് ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ പഠിച്ചു പോയിട്ടൊരു കാര്യമില്ല. അപ്പോൾ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യനും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ്, ലെവൽ കൂടിയെന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യനുമായിട്ട് ഒരു പരിചയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരുവിധമുള്ള എല്ലാ ടൈപ്പും നമ്മൾ കവർ ചെയ്ത് തന്നെ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് നമ്മൾ ഇന്നലെ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരുന്നല്ലോ സ്റ്റോപ്പ് ചെയ്തിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയായിരുന്നോ? എത്രയാണ് കിട്ടിയത്? കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. Two numbers are 35% and 40% less than a third number. അപ്പോൾ തേർഡ് നമ്പറിനെ വെച്ചിട്ടാണ് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, തേർഡ് നമ്പർ ഉണ്ട്, സെക്കൻഡ് നമ്പർ ഉണ്ട്, ഫസ്റ്റ് നമ്പർ ഉണ്ട്. അപ്പോൾ തേർഡ് നമ്പറിനെ നമ്മൾ 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ ഇസ് 35 ലെസ് ദാൻ തേർഡ് നമ്പർ. 35% ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 100ന്ന് 35% പോയി എന്ന് പറഞ്ഞാൽ 100ൻ്റെ 35 എന്ന് പറഞ്ഞാൽ 100ന്നാണ്. തേർഡിൻ്റെ 35% പോയി. 35 എന്ന് പറഞ്ഞാൽ 35 തന്നെ വരും അല്ലേ? അപ്പോൾ 100ന്ന് 35 കുറച്ചാൽ എത്രയാണ്? 40 കുറച്ചാൽ 60 വരും. പിന്നെ ഒരു 5ഉം കൂടെ അല്ലേ? അപ്പോൾ 65 ഫസ്റ്റ് നമ്പർ. ഇനി സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 40 ലെസ് ദാൻ ദ തേർഡ് നമ്പർ. 100ൻ്റെ 40% കണ്ടുപിടിക്കുക, 40ആണ്. അപ്പോൾ 100ന്ന് 40 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും. ഇനി നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് പെർസെൻറ്റേജ് ഈസ് ദ സെക്കൻഡ് നമ്പർ ടു ബി എൻഹാൻസ്ഡ് ടു മേക്ക് ഇറ്റ് ഈക്വൽ ടു ദ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പറിനെ ഫസ്റ്റ് നമ്പർ ആക്കണമെങ്കിൽ നമ്മൾ എത്ര ശതമാനം ഇൻക്രീസ് ചെയ്യണം എന്നാണ്. അപ്പോൾ 5ൻ്റെ വ്യത്യാസം ഇല്ലേ? അപ്പോൾ 5ആണ് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ എന്തിലോട്ടാണ് മാറ്റേണ്ടത്? 65ലോട്ട് മാറ്റണം. എവിടെ നിന്ന്? 60നെ. അപ്പോൾ 5 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 100 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1/12. 8.33% ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ? എത്ര ശതമാനമാണ് എൻഹാൻസ് ചെയ്യേണ്ടത്? നമ്മൾ 8.33%. നമ്മൾ 1/12 ഒക്കെ പഠിച്ചിരുന്നു. 1/12 എന്തിനാ? ഫ്രാക്ഷൻ വാല്യൂ ആണ്. 8.33%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്തല്ലോ. കുറച്ച് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. ഇനി നമ്മൾ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിനെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് RRB ALP ടെക്നീഷ്യൻ കോഴ്സ് ഉണ്ട്, RRB RPF കോഴ്സ് ഉണ്ട്, RRB NTPC റെക്കോർഡഡ് ഫൗണ്ടേഷൻ കോഴ്സ്, CGL SSC CGL 2024ൻ്റെ എല്ലാം കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. അതേപോലെ തന്നെ ഈ കോഴ്സസ് എല്ലാം ഒരു ഓർഡറിനാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്ക് ഒരു ഓർഡർ തന്നെ നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ തന്നെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും നിങ്ങൾക്ക് ഗ്രൂപ്പ്സിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ കോഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ദിശ ഓൺലൈൻ ആപ്പ് വഴിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. The ratio of the number of boys and girls in a college is 2:3. If 25% of the boys and 30% of the girls are scholarship holders, the percentage of college students who are not scholarship holders എന്ന് പറഞ്ഞാൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ 2:3 ആണ്. അതിൽ 25% ബോയ്സിനും സ്കോളർഷിപ്പ് ഉണ്ട്, അതേപോലെ തന്നെ 30% ഗേൾസിനും സ്കോളർഷിപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്കോളർഷിപ്പ് ഇല്ലാത്ത സ്റ്റുഡൻസിൻ്റെ എണ്ണം. അപ്പോൾ ഇപ്പം നമ്മൾ ബോയ്സിൻ്റെ എണ്ണം നമുക്ക് വേണമെങ്കിൽ 200 എണ്ണം എടുക്കാം. ബോയ്സ് എണ്ണം 200ഉം ഗേൾസിൻ്റെ എണ്ണം 300 ആയിട്ട് എടുക്കുക. 2:3 റേഷ്യോ ആണല്ലോ. 200ഉം 300 ചെയ്യാൻ എളുപ്പത്തിനാണ് എടുത്തത്. അതിൽ 25% ആൾക്കാർക്ക് സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള 75% ആൾക്കാർക്ക് എന്തില്ല? സ്കോളർഷിപ്പ് ഇല്ല. എന്ന് പറഞ്ഞാൽ 200ൻ്റെ
75%. 75% കണ്ടാൽ ഉടനെ 3/4 എഴുതണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? 3/4 എഴുതുക. ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ 50 കിട്ടി. 50 × 3 എന്ന് പറഞ്ഞാൽ 150 ബോയ്സിന് സ്കോളർഷിപ്പ് ഇല്ല. ഇനി അടുത്തത് ഈ 300-ന്റെ 30% ആൾക്കാർക്ക് എന്തുണ്ട്? ഗേൾസിന് സ്കോളർഷിപ്പ് ഉണ്ട്. ബാക്കി 70%-ത്തിനും എന്തില്ല? സ്കോളർഷിപ്പ് ഇല്ല. അതുകൊണ്ട് 300-ന്റെ എന്ത് കണ്ടുപിടിക്കുക? 70% കണ്ടുപിടിക്കുക. 70% എന്ന് പറഞ്ഞാൽ 210 കിട്ടുന്നുണ്ടല്ലോ. 210. ഇനി നമുക്ക് ടോട്ടൽ എത്ര പേർക്കാണ് സ്കോളർഷിപ്പ് ഇല്ലാത്തത്? 2 സെറ്റ് ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ബോയ്സിൽ 150 പേർക്കും ഗേൾസിൽ 210 പേർക്കും സ്കോളർഷിപ്പ് ഇല്ല. മൊത്തത്തിൽ 150 + 210 360 സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് ഇല്ല. ഇത് എത്ര ശതമാനമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 360 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? നമ്മുടെ ചോദിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് കോളേജ് സ്റ്റുഡൻസ് ഹു ആർ നോട്ട് സ്കോളർഷിപ്പ് ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ കോളേജ് സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോഴാണ് പറയേണ്ടത്. അപ്പോൾ 360 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 200 + 300 500 സ്റ്റുഡൻസ് ഉണ്ട്. ഇൻറ്റു 100. ഇതുകൂടെ ക്യാൻസൽ ചെയ്യുക, ഇതുകൂടെ ക്യാൻസൽ ചെയ്യുക. നമുക്ക് എത്ര കിട്ടും? ഓപ്ഷൻ നോക്കി പറഞ്ഞേ 72% നമുക്ക് കിട്ടുന്നത്. 72%. ഇത് മനസ്സിലായോ? ചെയ്യാൻ എളുപ്പത്തിനാണ് 200 300 എന്ന് എടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2000 3000 എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ 25% ബോയ്സിനും 30% ഗേൾസിനും എന്തുണ്ട്? സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ സ്കോളർഷിപ്പ് ഇല്ലാത്തത് 75%, 70% ഗേൾസിനുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 200-ന്റെ 75% കണ്ടുപിടിച്ചു, 150 കിട്ടി. ഇനി അടുത്ത 300-ന്റെ 70% കണ്ടുപിടിച്ചു, 210 കിട്ടി. അപ്പോൾ 360 പിള്ളേർക്ക് എന്തില്ല? സ്കോളർഷിപ്പ് ഇല്ല. അതേ ഡിവൈഡ് ബൈ 500 × 100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു ദ ഗേൾസ് ഈസ്. അപ്പോൾ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ബോയ്സും ഗേൾസും 4:1. അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിൽ 400-ഉം 100 എന്ന് എടുത്തു. 75% ബോയ്സ് ആൻഡ് 70% ഓഫ് ഗേൾസ് സ്കോളർഷിപ്പ് ഹോൾഡേഴ്സ് ആണ്. ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു ഡു നോട്ട് ഗെറ്റ് സ്കോളർഷിപ്പ്. അപ്പോൾ 75% ബോയ്സിനും സ്കോളർഷിപ്പ്, അതേപോലെ തന്നെ 70% ഗേൾസിനും സ്കോളർഷിപ്പ്. ബാക്കി സ്കോളർഷിപ്പ് ഇല്ലാത്തത് ഇവിടെ 25%. 400-ന്റെ 25% എന്ന് പറഞ്ഞാൽ 1/4 ഇട്ടുകൊള്ളണം. 1/4 എന്ന് പറഞ്ഞാൽ 100 ബോയ്സിനാണ് സ്കോളർഷിപ്പ് ഇല്ലാത്തത്. അതേപോലെ തന്നെ ബാക്കി എത്രയുണ്ട്? 70-ന്റെ ബാക്കി എത്രയാണ്? 30% ഉണ്ട്. അപ്പോൾ 30% എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതും. 3/10 എന്നല്ലേ വരൂ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 ഗേൾസിനും സ്കോളർഷിപ്പ് ഇല്ല. മൊത്തത്തിൽ 130 സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് ഇല്ല. കമ്പയർഡ് ടു 400 + 100 500 സ്റ്റുഡൻസിൽ 130 പേർക്ക് സ്കോളർഷിപ്പ് ഇല്ല. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 2 26. 26% നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. കഴിഞ്ഞ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയല്ലേ, വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോൾ കൺഫ്യൂഷൻ കാണത്തില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ആപ്പിൾ എനേബിൾ എ പേഴ്സൺ ടു പർച്ചേസ് 3 apples for ₹1 instead of 1.25. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ദ പ്രൈസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഇൻ പ്രൈസ് ഓഫ് ആപ്പിൾ എനേബിൾ എ പേഴ്സൺ ടു ബൈ 3 apples for ₹1 എന്ന് പറഞ്ഞാൽ വില, ഒരു ആപ്പിളിൻ്റെ, കുറച്ച് ആപ്പിൾസിൻ്റെ വില കുറഞ്ഞത് കാരണം അയാൾക്ക് ₹1 കൊടുക്കുമ്പോൾ 3 ആപ്പിൾ കിട്ടും. ഓക്കെ, പക്ഷേ നേരത്തെ എങ്ങനെയായിരുന്നു? ഇൻസ്റ്റെഡ് ഓഫ് 1.25 എന്ന് പറഞ്ഞാൽ നേരത്തെ ₹1.25 കൊടുത്തപ്പോഴായിരുന്നു അയാൾക്ക് 3 ആപ്പിൾ കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഇത്രയും മനസ്സിലായോ? നമ്മുടെ ചോദ്യം പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ദ പ്രൈസ്, എത്ര വില കുറഞ്ഞു? ഇന്ന് ഈ 25 പൈസ ആയിരുന്നത് ₹1 മാറി. 25 പൈസയുടെ കുറവുണ്ട്. അപ്പോൾ വില വ്യത്യാസം എന്ന് പറഞ്ഞാൽ 25 0.25. എവിടെ നിന്നാണ് കുറഞ്ഞത്? ആദ്യമേ ഇതായിരുന്നല്ലോ വില, അതല്ലേ ഇങ്ങോട്ട് പോയത്. അപ്പോൾ റിഡക്ഷൻ ഇൻ പ്രൈസ് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ പ്രൈസ് വേണം താഴെ എഴുതാൻ. അപ്പോൾ റിഡക്ഷൻ 0.25 ആണ്. ഒറിജിനലി എത്രയായിരുന്നു? 1.25 × 100. നമ്മൾ എന്ത് ചെയ്യുക? പോയിന്റ് മാറ്റാൻ വേണ്ടി ഡിനോമിനേറ്റർ ഒരിക്കലും പോയിന്റ് വരാൻ പാടില്ല. അഥവാ വന്നാൽ എന്ത് ചെയ്യണം? താഴെയും മുകളിലും എന്ത് ചെയ്യുക? ഇവിടെ 2 സ്ഥാനമുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് 100 വെച്ച് താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ ഒരു 2 സ്ഥാനമുള്ളത് കൊണ്ട് അത് മാറി വരും. ഇവിടെ താഴെ 125 × 100
ഇനി നോക്കിയേ 125ഉം 100ഉം 25 വെച്ച് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 5ഉം വരും, ഇവിടെ ഒരു 1ഉം വരും. ഇനി അടുത്ത വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 20% നമുക്ക് കിട്ടുന്ന റിഡക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇവിടെ ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്നത് ഇപ്പം പ്രൈസ് കുറഞ്ഞത് കാരണം അയാൾ 1 രൂപയ്ക്ക് 3 ആപ്പിൾസ് വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ 1 രൂപ 25 3 ആപ്പിൾസ് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എത്ര രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്? 0.25 റുപ്പീസിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ച് നോക്കുമ്പോൾ ഇനിഷ്യലി ഉള്ള പ്രൈസ് ആയിട്ടുള്ള 1.25 വെച്ച് നോക്കുമ്പോൾ അപ്പോൾ 0.25 ഡിവൈഡഡ് ബൈ 1.25 ഇൻറ്റു 100 നമുക്ക് എത്ര കിട്ടും? 20% നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ മാൻ ഹാഡ് എ സർട്ടൻ എമൗണ്ട് വിത്ത് ഹിം. അപ്പോൾ അയാളുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ട്, അതിൽ അയാൾ 30% എന്ത് ചെയ്യുന്നു? ഓഫ് ദാറ്റ് ടു ബൈ ആൻ ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിൾ വാങ്ങാൻ വേണ്ടി അയാൾ 30% ചിലവാക്കുന്നു. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ അയാളുടെ കയ്യിൽ 100% രൂപയുണ്ടെന്ന് വെച്ചോ. ബാക്കി ക്വസ്റ്റ്യനും കൂടെ വായിക്കാം. ആൻഡ് 10% of the remaining in transport, then he donated 60 if he is left with 1200 the amount he spent on transport. എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ എത്ര ശതമാനം ഉണ്ടായിരുന്നോ, എത്രയോ എമൗണ്ട് ഉണ്ടായിരുന്നു, 100% വെച്ചോ. അതിൽ 30% അയാൾ എന്ത് ചെയ്യുന്നു? ഒരു ആർട്ടിക്കിൾ വാങ്ങാൻ വേണ്ടി കൊടുക്കും. എന്ന് പറഞ്ഞാൽ 100 ഇപ്പം എത്ര പോയി? 30% പോയി. ബാലൻസ് റിമൈനിങ് എത്ര? 70% ഇപ്പം അയാളുടെ കയ്യിലുള്ളത്. അതിൽ ആൻഡ് 10% ഓഫ് ദി റിമൈനിങ് ഓൺ ട്രാൻസ്പോർട്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? 30% അയാൾ എന്തോ വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൻ്റെ റിമൈനിങ്ങിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 70ന്റെ 10%. 70ന്റെ 10%, ഒരു നമ്പറിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1/10 ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ 7% അയാൾ എന്ത് ചെയ്തു? ട്രാൻസ്പോർട്ടിന് ചിലവാക്കി. മൊത്തത്തിൽ ഇപ്പം എത്ര രൂപ ബാലൻസ് ഉണ്ട്? എത്ര യൂണിറ്റ് ബാലൻസ് ഉണ്ട്? ഇവിടെ വരെ വന്നപ്പോൾ 70 യൂണിറ്റ് ഉണ്ടായിരുന്നു. ആ 70 യൂണിറ്റിൽ നിന്ന് വീണ്ടും ഒരു 7 പോയില്ലേ? അപ്പോൾ 63 യൂണിറ്റാണ് ഇപ്പം നമ്മുടെ നിലവിലുള്ളത്. 63 യൂണിറ്റ് ബാക്കിയുണ്ട്. അതിൽ അയാൾ 63 യൂണിറ്റാണ് യഥാർത്ഥ വിലയല്ല, 63% എന്നെടുത്തോ. അതിൽ അയാൾ എന്ത് ചെയ്തു? 60 രൂപ എന്ത് ചെയ്തു? ഡൊണേറ്റ് ചെയ്തു. 60 രൂപ ഡൊണേറ്റ് ചെയ്തു. എന്നിട്ടാണ് അയാളുടെ കയ്യിൽ 1200 രൂപ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ 60 രൂപ ഡൊണേറ്റ് ചെയ്തതെന്ന് നമുക്ക് എത്ര ശതമാനമാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഡൊണേറ്റ് ചെയ്ത പൈസയും ബാക്കി അയാളുടെ കയ്യിലുള്ള പൈസയും കൂടെ ചേരുമ്പോഴല്ലേ 63% ആവുന്നത്. നോക്കിക്കേ, അയാളുടെ കയ്യിൽ ബാക്കി ഡൊണേഷന് കൊടുത്തത് 60 രൂപ, ബാക്കി ഉള്ളത് 1200 രൂപ. എന്ന് പറഞ്ഞാൽ 1200 പ്ലസ് 60 രൂപയാണ് അയാളുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടിനും കൂടെ ചിലവാക്കിയതിന് ശേഷം ബാക്കിയുള്ളത്. എന്ന് പറഞ്ഞാൽ 63% 1260 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എമൗണ്ട് ഹി സ്പെൻഡ് ഓൺ ട്രാൻസ്പോർട്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്ത 7% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 1% എന്ന് പറഞ്ഞാൽ സാധാരണ 1% എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1260 ഡിവൈഡ് ബൈ 63. അപ്പോൾ നമുക്ക് 1% കിട്ടുമല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 7% കണ്ടുപിടിക്കണം. 7% എന്ന് പറഞ്ഞാൽ എന്താണ്? 1260 ഡിവൈഡ് ബൈ 63 ഇൻറ്റു 7. ഇത് നമ്മുടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരു 9 വരത്തില്ലേ? ഇത് നമ്മുടെ ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് എന്ത് വരും? 140 ആൻസർ വരിക. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് അയാളുടെ കയ്യിൽ എത്രയോ എമൗണ്ട് ഉണ്ട്? 100 യൂണിറ്റ്. ഇപ്പോൾ 100 രൂപ ഉണ്ടെന്ന് വെച്ചോ. 100 രൂപയായിട്ട് എടുത്താൽ ചിലപ്പോൾ തെറ്റും. 100 യൂണിറ്റ് രൂപ അയാളുടെ കയ്യിലുണ്ട്. ഓക്കെ, അതിൽ അയാൾ എന്ത് ചെയ്യുക? 30% അയാൾ ഒരു ആർട്ടിക്കിൾ വാങ്ങി. ഓക്കെ, ഇനി ബാലൻസ് എന്തുണ്ട്? ബാലൻസ് ഒരു 70% ഇല്ലേ? അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 7% അയാൾ എന്ത് ചെയ്തു? ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്തു. ബാലൻസ് ഇപ്പോൾ അയാളുടെ കയ്യിൽ 70 - 7 63 യൂണിറ്റാണ് അയാളുടെ കയ്യിലുള്ളത്. ആ 63 യൂണിറ്റിൽ അയാൾ 60 രൂപ എന്ത് ചെയ്തു? ഡൊണേറ്റ് ചെയ്തു. ബാലൻസ് അയാളുടെ കയ്യിൽ 1200 ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴല്ലേ 63 യൂണിറ്റ് ആവുന്നത്, അല്ലാതെ വേറെ ഒരു വഴിയില്ല നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 63 യൂണിറ്റ് എന്ന് പറയുന്നത്
1260 ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര വരും? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാം യൂണിറ്റാണ്. ഇത്ര ശതമാനം നമ്മളിപ്പോൾ യൂണിറ്റ് ആയിട്ട് അല്ലേ എടുത്തത്. 30% പോയി 70, പിന്നെ ഇവിടെ 7 യൂണിറ്റ് കിട്ടി. അപ്പം നോക്കിക്കേ, ഇവിടെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1260 ഡിവൈഡ് ബൈ 63. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട എന്താണ്? ട്രാൻസ്പോർട്ടിൻ്റെ ആണ് 7 യൂണിറ്റ് കണ്ടുപിടിക്കുക. 7 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, 1260 ഡിവൈഡ് ബൈ 63 ഇൻറ്റു 7. ഇതുകൂടെ ക്യാൻസൽ, ഇവിടെ 9 വന്നു, ഇതുകൂടെ ക്യാൻസൽ ചെയ്ത് 140 കിട്ടും. അപ്പോൾ ഒന്നുകിൽ ഈ 100% എന്ന് എടുക്കുക, അല്ലെങ്കിൽ 100 യൂണിറ്റ് എന്ന് എടുക്കുക. എപ്പോഴും കണ്ടുപിടിക്കേണ്ട എന്താണ്? ഒരു യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ 1% വില കണ്ടുപിടിക്കുക. എന്നിട്ട് കണ്ടുപിടിക്കേണ്ട 7% ആണെങ്കിൽ ഇൻറ്റു 7 ചെയ്യുക, 7 യൂണിറ്റ് ആണെങ്കിൽ ഇൻറ്റു 7 യൂണിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇത് മാർക്ക് ചെയ്ത് വെച്ചോളണം. Price of a sugar rises by 20%. By how much % should the consumption of sugar be reduced so that the expenditure does not change? എന്ന് പറഞ്ഞാൽ ഒരു പ്രൈസ് എന്ന് പറയുന്ന ഒരാളിപ്പോൾ ഷുഗറിൻ്റെ പ്രൈസ് 20% കൂടി, അത് കാരണം അതിൻ്റെ കൺസംഷൻ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്ത്. കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാങ്ങുന്നതിനുണ്ട്, സാധനത്തിന് നമ്മൾ വാങ്ങത്തില്ലേ, അതിനെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താ? ഇപ്പം 40 രൂപയാണ് ഷുഗറിൻ്റെ വിലയെന്ന് വെച്ചോ. 40 രൂപയ്ക്ക് ഞാൻ പണ്ട് 2 കിലോ ഒരു മാസം വാങ്ങുമായിരുന്നു. 40 രൂപയുടെ ഷുഗർ ഞാൻ 2 കിലോ ഒരു മാസം വാങ്ങുമായിരുന്നു. എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്കാണ് 40 രൂപ എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് പെർ കെ ജിക്കാണ് 40 രൂപയെന്ന് പറയുന്നത്. അപ്പോൾ 2 കിലോ വാങ്ങുമ്പോൾ എനിക്ക് എത്ര രൂപയാവും? 80 രൂപയാവത്തില്ലേ? പണ്ട് ഞാൻ 80 രൂപയ്ക്ക് 2 kg ഷുഗർ വാങ്ങിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പം അതിൻ്റെ വില 45 രൂപയായി. എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് ഇപ്പം 45 രൂപയായി. അത്ര വില കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? കുറച്ച് കൺസംഷൻ, ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കുറച്ചങ്ങ് കുറയ്ക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? 80 രൂപയെ തന്നെ ഞാൻ അങ്ങ് ഒതുക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസാണ് ഈ തന്നേക്കുന്ന രണ്ടും. ഇവിടെ തന്നേക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസംഷൻ ആണ്, കൺസംഷൻ. ഇവിടെ തന്നേക്കുന്ന ഈ അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നതാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസിൻ്റെ കൺസംഷൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഓക്കെ, പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താലോ? ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ എന്ന് എഴുതി വെക്കുക. പ്രൈസ് ഓഫ് എ ഷുഗർ റൈസ് ബൈ 20% എന്ന് പറഞ്ഞാൽ 20% ഇൻക്രീസ് ചെയ്യുക. 20% എന്ന് പറഞ്ഞാൽ 1/5 തന്നെയാണല്ലോ അല്ലേ? 1/5 എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നതാണ് 5, അതിൽ 1 കൂടി, ഇൻക്രീസ് ബൈ 20% അല്ലേ, 1 കൂടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രൈസ് 5 യൂണിറ്റ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ഫസ്റ്റ് കേസാണിത്. ഫൈനലി നമുക്ക് വരുന്ന എന്താണ്? ഫൈനൽ, ഇത് ഒറിജിനൽ, ഇത് ഫൈനൽ. അപ്പോൾ ഒറിജിനലി 5 യൂണിറ്റ് ആയിരുന്നു പ്രൈസ്, ഇപ്പം അത് 1 കൂടെ കൂടി 6 യൂണിറ്റ് ആയി. ഇനി കൺസംഷൻ നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ എടുക്കാം. ഇപ്പോൾ 100 എന്ന് വേണമെങ്കിൽ എടുക്കാം, 1 എന്ന് വേണമെങ്കിൽ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് 1 എന്ന് എടുക്കുകയാണ്. കൺസംഷൻ 1 കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ 5 എന്ന് വരത്തില്ലേ? ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തേം ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്? ഹൗ മച്ച് ഷുഡ് ബി ദ കൺസംഷൻ ഓഫ് ഷുഗർ ബി റെഡ്യൂസ് സോ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് ചേഞ്ച്. രണ്ടാമത്തെ കേസിലും എനിക്ക് സെയിം എക്സ്പെൻഡിച്ചർ തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കൺസംഷനാണ് ചോദിച്ചേക്കുന്നത്. സെയിം എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നേരത്തെ എനിക്ക് 5 യൂണിറ്റ് ചിലവായി, ഇപ്പോഴും 5 ഞാൻ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കൺസംഷൻ, ഈ കൺസംഷൻ 6 ഇൻറ്റു എക്സ് എന്ന് പറയുന്നതല്ലേ 5 കൺസംഷനാണ് കണ്ടുപിടിക്കുക. അതിന് ഞാൻ എക്സ് ആക്കി എടുത്തതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ കൺസംഷൻ്റെ വാല്യൂ എത്രയാണ്? 5/6 എന്ന് വരത്തില്ലേ? 5/6 എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ 1 യൂണിറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് 5/6 ആയി. എത്രയുടെ വ്യത്യാസമുണ്ട്? 1/6ൻ്റെ വ്യത്യാസമല്ലേ? 1 - 5/6ൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1/6 ഞാൻ കുറച്ചു. അപ്പം നമ്മുടെ ചോദ്യം എന്താണ്?
ഹൗ മച്ച് കൺസംഷൻ ഷുഡ് ബി റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ 1/6 ഞാൻ കുറച്ചു. എവിടെ നിന്ന്? 1 അതിനെ ഇൻറ്റു 100. 1/6 ഇൻറ്റു 100 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 16.66%. ഓക്കെ, ഇത് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 20% എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. 1/5 എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ആണെന്ന് നമുക്കറിയാം. അതിൽ ഒറിജിനലും ഉണ്ട് ഫൈനലും ഉണ്ട്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ് ആയിരുന്നു, പിന്നെ ഫൈനലി അത് എത്രയായി? ഒന്നും കൂടെ കൂടി 6 യൂണിറ്റ് ആയി. കൺസംഷൻ 1 എടുക്കുകയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ 5. ഇവിടെ കൺസംഷൻ അറിഞ്ഞൂടെ എക്സ് ആക്കി എടുക്കുകയാണ്, പക്ഷേ എക്സ്പെൻഡിച്ചർ എനിക്ക് സെയിം ആയിട്ടാണ് വേണ്ടത്. സോ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് ചേഞ്ച്. സെയിം എക്സ്പെൻഡിച്ചർ ഇവിടെ വേണം. അപ്പോൾ എക്സിൻ്റെ വില 5/6 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു, ഇപ്പോൾ 5/6 ആയി എന്ന് പറഞ്ഞാൽ 1/6 വ്യത്യാസമുണ്ട്. അപ്പോൾ 1/6 എവിടെ നിന്നാണ് കുറയുന്നത്? 1 കുറഞ്ഞു, ഇൻറ്റു 100 ചെയ്യുക. 16.66% നമുക്ക് ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇത് മനസ്സിലായില്ലെങ്കിലും പ്രശ്നമില്ല. അടുത്ത ക്വസ്റ്റ്യൻ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. പ്രൈസ് ഓഫ് food prices go up by 10%. By how much percent should the man reduce his consumption so as to not increase his expenditure? അപ്പോൾ പ്രൈസ് ഓഫ് ഫുഡ് 10% കൂടി. 10% എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാം? 1/10 ആണെന്ന് അറിയാലോ. അപ്പോൾ ഒറിജിനൽ 10 ഇൻക്രീസ് ആയത് 1. അപ്പോൾ നോക്കിക്കേ, പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഒറിജിനലും പിന്നെ ഇതെന്താ? ഒറിജിനലും പിന്നെ അടുത്ത ഏതാണ്? ഫൈനൽ. അപ്പോൾ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ് ആയിരുന്നു പ്രൈസ്, അതിപ്പോൾ ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യുന്നല്ലേ. ഗോസ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, മുകളിലോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആണല്ലോ. അപ്പോൾ 1 യൂണിറ്റ് കൂടി 11 ആയി. ഇവിടെ കൺസംഷൻ ഞാൻ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ 10 വരും. സെയിം എക്സ്പെൻഡിച്ചർ അല്ലേ വേണ്ടത്? നോട്ട് ടു ഇൻക്രീസ് ദ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സെയിം എക്സ്പെൻഡിച്ചർ തന്നെ ഇവിടെയും വരണം. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10/11 എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഇനിഷ്യലി 1 ആയിരുന്നു, ഇപ്പോൾ അത് 10/11 ആയി. എത്രയുടെ വ്യത്യാസമുണ്ട്? 1 - 10/11 എന്ന് പറയുന്നത് 1/11 വ്യത്യാസമുണ്ട്. എവിടെ നിന്നാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം? 1/11 ഡിവൈഡ് ബൈ ആദ്യത്തെ കൺസംഷൻ 1 ആണ് ഇൻറ്റു 100. അപ്പോൾ 1/11 ഇൻറ്റു 100 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു? 9.09 അല്ലെങ്കിൽ 991/11 അല്ലേ? 91/11. ഓക്കെ, ഇതല്ലേ നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇവൻ ദ ന്യൂ ബഡ്ജറ്റ് ദ പ്രൈസ് ഇൻ ദ ന്യൂ ബഡ്ജറ്റ് ദ പ്രൈസ് ഓഫ് കെറോസിൻ റോസ് ബൈ. റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസിൻ്റെ വേറെ V2 ഫോമാണ് റോസ് എന്ന് പറയുന്നത്. റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വില കൂടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരു റൈസ് ഉണ്ട്. 2 റൈസും ഒരുപോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഈ ഒരു റൈസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, ഒരെണ്ണം ഉയർത്തെഴുന്നേക്കുക. നമ്മുടെ സൺറൈസസ് ഇൻ ദ മോർണിംഗ് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് കൊണ്ടുവരുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇൻ ദ ന്യൂ ബഡ്ജറ്റ് ദ പ്രൈസ് ഓഫ് കെറോസിൻ ഓയിൽ റോസ് ബൈ 25%. By how much percentage must a person reduce his consumption of kerosene oil so that his expenditure does not increase? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക? 25% നമുക്ക് എത്രയാണെന്നറിയാം? 1/4 ആണെന്നറിയാം. അപ്പോൾ പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. അഥവാ ഇതൊന്നും സ്പീഡ് എഴുതാൻ അറിഞ്ഞൂടാത്ത ആൾ പെർസെൻറ്റേജിൻ്റെ നേരത്തെ ഇട്ട ക്ലാസ്സുകളെല്ലാം ഒന്ന് കാണുക. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇതെന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ എഴുതാൻ പറ്റിയെന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇനിഷ്യലി പ്രൈസ് 4 ആയിരുന്നു, ഒറിജിനൽ പ്രൈസ് ഫൈനൽ പ്രൈസ് ഒന്നും കൂടെ കൂടിയെന്നല്ലേ പറയുന്നത്. ഒന്നും കൂടെ കൂടുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ ഒരു 5 വരും. കുറഞ്ഞതിൻ്റെ നമ്മൾ ചെയ്തിട്ടില്ല, അതും ഇതേപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ 4 വന്നു, ഇവിടെ നമുക്ക് എന്ത് വന്നു? എക്സ് വന്നു, ഇവിടുത്തെ 4 വന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4/5 ആണ് എക്സിൻ്റെ വാല്യൂ. കൺസംഷൻ 4/5 ആകും. അപ്പോൾ 1 ആയിരുന്ന കൺസംഷൻ 4/5 ആയി എന്ന് പറഞ്ഞാൽ 1/5 കുറഞ്ഞു. എവിടെ നിന്ന് കുറഞ്ഞു? 1/5 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 20% നമുക്ക് ആൻസർ കിട്ടുക. ഇപ്പോൾ ഇത്രയും മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A number is increased by 20% and then decreased by 20%. Find the net increase or decrease. ഈ ടൈപ്പ് ഞാൻ പറഞ്ഞു തന്നതാണ്.
എന്താണ് ഇതിൽ യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റ്? ആദ്യമേ അത് എന്ത് ചെയ്യുന്നു? 20% ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ 20% ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് കാണാനുള്ള എളുപ്പ വഴി എന്തായിരുന്നു? +or-x +or-y +or-xy/100. അപ്പോൾ ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, ഡിക്രീസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ഫസ്റ്റ് ഇൻക്രീസ് അല്ലേ +20, ഇനി അടുത്ത രണ്ടാമത് ഡിക്രീസ് ആണ് -20. ഇനി അടുത്തത് പ്ലസും മൈനസും കൂടെ ഒരുമിച്ച് വരത്തില്ലേ? x/y എന്ന് പറഞ്ഞാൽ -20 × +20. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും വന്നാൽ മൈനസ് വരും. 20 × 20 /100. ഇതും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 0 - 4 എന്നല്ലേ വരുന്നത്. -4 വന്നാൽ നെഗറ്റീവ് നമ്പർ പെർസെൻറ്റേജ് ആയിട്ട് വന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിക്രീസ്. 4% ഡിക്രീസ് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഇതൊന്ന് നേരത്തെ ചെയ്തതിന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. A reduction of 25% in the price of rice enables a purchase to obtain 8 kg more rice for ₹160. Then the price per kg before reduction was എന്ന് പറഞ്ഞാൽ 20% പ്രൈസ് കൂട്ടി റൈസിൻ്റെ, അത് പ്രൈസ് കൂട്ടിയല്ല കുറച്ചു. അത് കാരണം എന്ത് സംഭവിച്ചു? പർച്ചേസ് ചെയ്യാൻ പറ്റി, അയാൾക്ക് 8 kg മോർ പർച്ചേസ് ചെയ്യാൻ പറ്റി 160 രൂപയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ദ പ്രൈസ് പെർ kg ബിഫോർ റിഡക്ഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ മീനിങ് ഇതാണ്, അയാൾ റൈസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 20% കുറച്ചു. റൈസിൻ്റെ പ്രൈസ് 20% കുറച്ചത് കാരണം അഡീഷണലി 160 രൂപയ്ക്ക് 8 kg കൂടെ വാങ്ങാൻ പറ്റി. മനസ്സിലായോ? അപ്പോൾ നേരത്തെ 160 രൂപ കൊടുത്താൽ 8 kg അഡീഷണൽ കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ 160 രൂപയും കൂടെ കൊടുത്താൽ 8 kg അഡീഷണൽ കിട്ടുന്നുണ്ട്. കാരണം എന്താ? റൈസിൻ്റെ വില കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദെൻ പ്രൈസ് പെർ kg ബിഫോർ റിഡക്ഷൻ വാസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഓരോ കിലോയ്ക്ക് എത്ര രൂപയായിരുന്നു എന്നാണ് ചോദ്യം. നേരത്തെ ഓരോ കിലോ റൈസിനും എത്ര രൂപയായിരുന്നു? അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ്? 20% എന്ന് പറഞ്ഞാൽ 1/5 ആണല്ലോ. അതൊക്കെ അതേപോലെ തന്നെ എഴുതുക. പ്രൈസും കൺസംഷനും എക്സ്പെൻഡിച്ചറും തന്നെയാണല്ലോ. പ്രൈസ് ഇനിഷ്യലി 5 ആയിരുന്നു, ഇപ്പോൾ റിഡക്ഷൻ സംഭവിച്ചു, ഇവിടെ 4 ആയി. കൺസംഷൻ 1 ആയിരുന്നു, ഇവിടെ 5 വന്നു. ഇനി അടുത്തത് ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? ഈ 160 രൂപ തന്നെയല്ലേ രണ്ട് സ്ഥലത്തും. നേരത്തെ 160 രൂപ കൊടുത്തപ്പോൾ 8 kg കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ 160 രൂപ കൊടുത്താൽ 8 kg അഡീഷണൽ കിട്ടും. അതിൻ്റെ അർത്ഥം എക്സ്പെൻഡിച്ചർ സെയിം തന്നെയല്ലേ. അപ്പോൾ ഇവിടെയും 5. കൺസംഷൻ എന്ന് പറയുന്നത് എത്ര കിട്ടും? 5/4 ആണ് കിട്ടുന്നത്. 5/4 എന്ന് പറഞ്ഞാൽ ആദ്യമേ 1 ആയിരുന്നു, അതിൽ 5/4 ആയി എന്ന് പറഞ്ഞാൽ 1/4 അധികമല്ലേ 5/4 മൈനസ്. തിരിച്ച് മറിച്ചിട്ട് ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നെഗറ്റീവ് ആൻസർ വരും. നെഗറ്റീവ് ക്വാണ്ടിറ്റി വരത്തില്ലല്ലോ, അതുകൊണ്ട് അപ്പോഴേ തിരിച്ചിട്ടോളണം. -1 എന്ന് പറഞ്ഞാൽ 1/4 അധികം അയാൾ വാങ്ങി. എവിടെ നിന്നാണ്? 1/4 അയാൾക്ക് അധികം കിട്ടി. ഈ 1/4 എന്ന് പറയുന്നതല്ലേ നമ്മുടെ 8 kg എന്ന് പറയുന്നത്. മനസ്സിലായോ? നേരത്തെ അയാൾക്ക് 1 യൂണിറ്റ് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു, ഇപ്പം അത് 5/4 ആയി. 5/4 അധികം നിൽക്കുന്ന എത്രയാണ്? നേരത്തെ നിന്നും 8 kg കിട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം അധികം നിൽക്കുന്ന 1/4 ആണ്. ആ 1/4 ആണ് 8 kg എന്ന് പറയുന്നത്. 1/4 8 kg ആണെങ്കിൽ ഇവിടത്തെ എത്ര കിലോ, ഇവിടെ എത്ര കിലോ അയാൾ കൺസ്യൂം ചെയ്തെന്ന് നോക്കിയിട്ട് ഇവിടെയും 160 രൂപയ്ക്കല്ലേ കൊടുത്തുകൊണ്ടിരുന്നത്. ആ 160 ഡിവൈഡ് ബൈ ഈ ക്വാണ്ടിറ്റി ചെയ്താൽ പോരെ. ഇവിടെ 1/4 ആണ് 8 kg. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ഇൻറ്റു ഇവിടെ 4 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈ ആവും. 32 kg അല്ലേ 1 യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? അവിടെ 32 വരും. എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ് ഇൻറ്റു 32 ചെയ്യുമ്പോഴാണ് 5 യൂണിറ്റ്. ഇത് നമുക്ക് യഥാർത്ഥ വാല്യൂ അറിയത്തില്ല, നമ്മൾ എടുത്തു വെച്ചേക്കുന്നതല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത്? 160 രൂപ കൊടുത്തപ്പോഴാണ് ആദ്യമേ 32 kg കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 160 രൂപ കൊടുത്തപ്പോൾ 32 kg കിട്ടിയെങ്കിൽ 160 ഡിവൈഡ് ബൈ 32 ചെയ്യുക. 160 ഡിവൈഡ് ബൈ 32 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഓരോ കിലോയുടെയും വില കിട്ടും. അപ്പോൾ 160 എന്ന് പറയുമ്പോൾ 16 × 2 ആണ് 32. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 2 കിട്ടും. 5 രൂപയാണ് 1 kg.
ഈ ക്വസ്റ്റ്യൻ എന്തായാലും മനസ്സിലായി കാണത്തില്ല, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ മനസ്സിലാക്കി എടുത്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ പ്രൈസ് ആണെങ്കിൽ 20% കുറഞ്ഞു, റൈസിൻ്റെ പ്രൈസ് 20% കുറഞ്ഞു. 20 എന്ന് പറഞ്ഞാൽ 1/5 അറിയാം. അപ്പോൾ പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ അതേപോലെ എടുക്കുക. എന്ന് പറഞ്ഞാൽ പ്രൈസ് 5 ആയിരുന്നു, ഓക്കെ, അതിപ്പോൾ കുറഞ്ഞ് 4 ആയി. കൺസംഷൻ 1 തന്നെയാണ്. എക്സ്പെൻഡിച്ചർ 2 സ്ഥലത്തും 160 വെച്ചല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെയും 5 വരണം, ഇവിടെയും 5 വരണം. 160 അവിടെ ഇരുന്നോട്ടെ, നമുക്കതൊക്കെ എടുക്കാം. ഇനി എന്താണ്, ഇവിടെ ഒരു എക്സ് വന്നു. എക്സ് എന്ന് പറയുന്നതാണ് 5/4. എക്സ് 5/4 ആണെങ്കിൽ നോക്കിക്കേ, കൺസംഷൻ ആദ്യമേ 1 ആയിരുന്നു, അതിപ്പോൾ 5/4 ആയി. എത്രയുടെ വ്യത്യാസമുണ്ട്? 5/4 - 1 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4ൻ്റെ വ്യത്യാസം. 1/4ൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 യൂണിറ്റ് അധികം ഇപ്പം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ 8 kg മോർ കിട്ടുമെന്നല്ലേ പറഞ്ഞേ. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ 8 kg അധികം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 1/4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 8 kg ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 8 × 4 32 ആണല്ലോ. 32 kg കിട്ടി. ആ ഒന്നല്ലേ ഈ കിടക്കുന്നത്, ഇവിടെ 1 യൂണിറ്റ്, ആ 1 യൂണിറ്റിന് വില 32 kg ഇടുക. അപ്പോൾ 32 kg എന്ന് പറയുമ്പോൾ എത്ര രൂപയ്ക്കാണ് കൊടുത്തത്? 160 രൂപയാണ്. 2 സ്ഥലത്തും 160 ആണ്. അപ്പോൾ 160 വന്നു, 160 വന്നു. അപ്പം ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ? 1 kgക്ക് 32 kgക്ക് 160 ആണെങ്കിൽ 1 kgക്കുള്ളത് എങ്ങനെയാണ്? 160 / 32. അപ്പം നമുക്ക് എന്താണ് കിട്ടുന്നത്? 10 / 2 എന്ന് പറഞ്ഞാൽ 5 രൂപയ്ക്കാണ് ഓരോ കിലോയും കിട്ടുന്നത്. മനസ്സിലായോ? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഇനിയും ചെയ്യാം. ഇപ്പോഴ് നമുക്കിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യമേ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇതൊരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് പഠിച്ചാൽ ഇതൊക്കെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? പെർസെൻറ്റേജ് തന്നെ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അത് നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അതിൽ ഓരോരോ ടൈപ്പാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും പിന്നെ അതേപോലെ തന്നെ നമുക്കിനി എലക്ഷൻ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ഹാപ്പി ലേണിംഗ്.